കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ വല്ലൂരിന്റെ മണ്ണിൽ ഇത്രയും ഘോരമായിട്ടുള്ള മഞ്ഞുവീഴ്ച ഉണ്ടാവണത്. അപ്പൊ ആ സന്തോഷത്തിൽ പാടിപ്പോയതാണ്. ആരും എന്നെ കൊല്ലരുത്. നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. എല്ലാവർക്കും സ്നേഹപൂർവ്വം പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. നമ്മുടെ കാട ഇവിടെ വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഒന്ന്. എന്താണെന്നറിയില്ല, എത്രയും മഞ്ഞ്. പൊതുവെ കുറച്ച് ദിവസമായിട്ട് മഞ്ഞ് ഇത്രയ്ക്ക് ഉണ്ടാവാറില്ല. ഇതിപ്പം മൂക്കോട് മൂക്ക് കൂട്ടിയാൽ കാണാത്ത മഞ്ഞായല്ലോ. പത്മരാജൻ സാറിന്റെ കഥകളാണ് ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം ആരുടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ശ്രീകുട്ടനെ സ്കൂളിലാക്കിയിട്ടേ നേരെ കടയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് അത് കഴിച്ചിട്ട് നമുക്ക് കടയിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ കാടമുട്ടയിൽ. നിങ്ങൾ ഷോർട്സിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ റെസിപ്പി ഞാൻ വിശദമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട സംഭവങ്ങളൊക്കെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാടമുട്ടയൊക്കെ കണ്ടോ, ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഡബ്ബികളിലാണ് വരുന്നത്, സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊക്കെ പുഴുവൊക്കെ പിടിക്കും. അത് കാരണം കൊണ്ടാണ് അവരിങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാൻ വെച്ച് ചൂടാക്കി അതിൽ കടുകിട്ട് 2-3 അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കറിവേപ്പിൻ്റെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഇപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാറ്. ജീവിതം മുന്നോട്ട് പോകുന്തോറും നമ്മൾ എളുപ്പവഴികൾ കണ്ടുപിടിക്കുന്ന പറയുന്നത് എന്തൊരു ശരിയാണ് അല്ലേ. അങ്ങനെ ഒരു എളുപ്പവഴിയാണ് ഞാൻ ഇന്ന് നമ്മുടെ മുട്ട റോസ്റ്റിൽ പ്രയോഗിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത്തിരി കളറൊക്കെ കൂടുതൽ കിട്ടണമെന്ന് വേണമെങ്കിൽ ഇത്തിരി സോയാ സോസൊക്കെ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഈ ഗ്രേവി മാത്രം കൊടുത്തു വിടും. എന്നിട്ട് മുട്ട മാറ്റി വയ്ക്കലാണ് പതിവ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ആ പൊടികളൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ തക്കാളി ഉണ്ടല്ലോ അത് നന്നായിട്ട് അടിച്ചു കൊടുക്കുക, ആ ഗ്രേവിക്ക് ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നാളികേരം ചിരകാനും അതുപോലെ തന്നെ അതൊന്ന് പിഴിഞ്ഞൊക്കെ എടുക്കാനും കാലത്ത് ഇത്തിരി നേരം കുറവായ കാരണം കൊണ്ടാണ് കേട്ടോ നമ്മുടെ ക്രീം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്രീം ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. മാത്രമല്ല അതൊന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ക്രീം 3 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിച്ച് കഴിക്കണം. അപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ കുറച്ച് ഗ്രേവി അതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിൽ നമ്മുടെ കാടമുട്ട ഇട്ട് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ അരിഞ്ഞ് വെച്ചപ്പോഴേക്കും എന്താ ഇത്, പക്ഷേ മല്ലിയിലയൊക്കെ അരിഞ്ഞ് വെച്ചപ്പോഴേക്കും എന്താ അടിപൊളി നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ്, ആ ക്രീമിൻ്റെ ആയിരിക്കും, കുറച്ച് റിച്ച് ടേസ്റ്റാണ്. അങ്ങനെ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നമ്മുടെ ചപ്പാത്തിയൊക്കെ കൂട്ടി ഒരു കഴി കഴിച്ചപ്പോൾ എൻ്റെ സാറേ പിന്നെ എന്ത് വേണം. മല്ലിയിലയുടെ മണം വന്നപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കഴിക്കാറുണ്ടാ. അവരൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും ഞാൻ എന്തായാലും ഒരു ചപ്പാത്തി കഴിച്ചിട്ടുള്ള നേരത്തെ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ പ്രാവുണ്ടാവൂല്ലേ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് ഭക്ഷണം കാലത്തിൻ്റെ അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണം കിട്ടുമ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെയാ. കഴിച്ചിട്ട് വരാട്ടാ. ശ്രീകുട്ടൻ്റെ ഇപ്പോൾ കൂടെ ഒരു ബഹളാണ് കേട്ടോ. ഒരു പൂരപ്പറമ്പ് പോലെ ചെണ്ടവും വാദ്യവും മേളവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ശ്രീകുട്ടനെ കൊണ്ടുവിട്ടിട്ട് ഭാഗ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കടയിലേക്ക് ഒരു അൽത്തുകുലത്ത് പണികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ അടിയനിയത്തിമൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ പറയെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ദീർഘദൂര യാത്ര നമ്മൾ പോകുന്നത് നമ്മുടെ കടയിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 10-24 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ഡെയിലി കടയിൽ പോകാത്തതിൻ്റെ കാരണം കേട്ടോ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അമ്മയുടെ ഈ കിച്ചൺ ഒരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളുകളായി പറയണു, അമ്മ ഈ കിച്ചണൊന്ന് മാറ്റിത്തായോ മുളയെ മാറ്റിത്തായോ എന്ന്. ഒരു 4-5 വർഷം മുന്നേ നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നല്ലോ. തലൂര് വീട്ടിലായിരുന്നപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നല്ല ഭക്ഷണം കൊണ്ടുപോയിരുന്നത്. അപ്പം നമ്മൾ തലൂര് വീട്ടിൽ നിന്ന് വല്ലൂർക്ക് വന്നപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ ചെറിയൊരു ഏരിയ അമ്മ മേക്ക് ഓവർ ചെയ്ത്, അമ്മയല്ല ഞാൻ തന്നെ ഇങ്ങനെ ഒരു കോർണർ ചെയ്തിട്ട് അവിടെ കുറച്ച് വോൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു കിച്ചണാക്കി എടുത്തതാണ്. എന്നിട്ട് അത് അമ്മ കുറേ ആൾക്കാർക്ക് വെച്ച് വിളമ്പി ആകെ ഇങ്ങനെ തെറിച്ച് വൃത്തികേടായിട്ടുള്ള രൂപത്തിലായിട്ടുണ്ട്. നിറയെ ഇങ്ങനെ എന്താ പറയുക, ആ ചുമരുമയ്ക്ക് ഇങ്ങനെ തെറിച്ചിട്ടേ, ഗ്യാസുമെന്ന് തെറിച്ചിട്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേറൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒരു മേക്ക് ഓവർ ആവാം എന്നാണ് വിചാരിക്കുന്നത്. പൊതുവേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാത്രമല്ല അമ്മയുടെ ഗ്യാസ് സ്റ്റവ് വയ്ക്കുന്ന സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ വോളേരിയും ഒക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിനെ ഒരു
വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ മാത്രം ഒന്ന് ആഗ്രഹിച്ചാൽ മതി. ഈവൻ നമ്മുടെ മനസ്സും മാനസികമായിട്ടും ശാരീരികമായിട്ടും പോലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ആഗ്രഹിച്ചാൽ മതി. അല്ലേ? സത്യല്ലേ? അപ്പൊ നമുക്ക് ദാ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ തൊടുമ്പഴേക്കും ഇങ്ങനെ ഊരിപ്പോരുണ്ടായിരുന്നു ട്ടോ. പക്ഷെ അത് 5 വർഷം നിന്നുന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് പോരെ? അതിനെക്കൊണ്ട് ആകെ ഒരു 200 രൂപയുടെ പണി അത് 5 വർഷം കൊണ്ട് എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കാം. ഇതൊരു റൂമാണ് ട്ടോ. ഇതിന്റെ പിന്നില് നമ്മുടെ രതീഷും അതുപോലെ തന്നെ പിള്ളേര് സുജിയും അരുണും അനന്തും ഒക്കെ കിടക്കുന്ന ഒരു റൂമാണ്. അപ്പൊ ആ റൂമിന്റെ ഈ ഒരു പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മാർക്കറ്റാണ്. നമുക്കിവിടെ ബേക്കറി ഉണ്ട്, പലചരക്കുണ്ട്, ഹോൾസെയിലിന്റെയും റീറ്റെയിലിന്റെയും വെജിറ്റബിൾ ബിസിനസ് ഉണ്ട്. അപ്പൊ ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. അതിന്റെ കുഞ്ഞൊരു ഏരിയയിലാണ് ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് വെക്കുന്നത്. ഇവിടെ ഫുഡ് വെക്കുന്നത് ഒരു 10 ആൾക്കൊക്കെ ഒരു നേരം ആകുമ്പോൾ ഫുഡ് വെക്കും. അങ്ങനെ 3 നേരം ഫുഡ് വെക്കണം. അതൊരു 10-35 ആൾക്കൊക്കെ ഡെയിലി ഇവിടെ ഫുഡ് വെച്ച് പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു മേക്ക് ഓവർ നമ്മളിവിടെ വരുത്തിയെടുക്കണം. ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. തലൂരാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അമ്മ സ്റ്റൗ വെച്ചിരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ഒരു സ്റ്റാൻഡ്, അത് മൊത്തത്തിൽ അതിൻ്റെ കാലൊക്കെ ദ്രവിച്ചു പോയായിരുന്നു. അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന ആ ഒരു ടേബിൾ ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നത്. അവിടെ വേറൊരു ടേബിൾ നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടായാലും ഇപ്പോഴായാലും ഒരുപാട് പേര് നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തും. നമ്മൾ തന്നെ ജോലി എടുക്കുക എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ സുജിയുണ്ട്, ബിന്ദേച്ചി ഉണ്ട്, അപ്പുറത്ത് അനന്തും ഉണ്ട്, പിന്നെ വേറൊരു അരുൺ എന്ന് പറഞ്ഞിട്ടൊരു അനിയനുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നുമില്ല. പിന്നെ രതീഷ് ഉണ്ട്. ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പോയിട്ട് എനിക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് തന്നെ എൻ്റെ കടയും നമ്മുടെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ തന്നെയാണ്. എനിക്കിപ്പോഴും നമ്മുടെ ബേക്കറിയിലൊക്കെ നിന്ന് ജ്യൂസൊക്കെ അടിച്ച് എല്ലാവരെയും കണ്ട് സംസാരിച്ച് അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം കേട്ടോ. അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. എന്തെങ്കിലും ഇവിടേക്ക് ഓടി തിരിച്ചെത്തണം എന്നാണ് ആഗ്രഹം. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ശ്രീകുട്ടൻ 3 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും. അപ്പോഴേക്കും നമ്മൾ വീട്ടിലുണ്ടാവണം. അങ്ങനെ ഒരുപാട് നമ്മൾ നമ്മുടേതായ ഒരു എന്താ പറയുക, ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒതുങ്ങിയ പോലെ ഫീൽ ചെയ്തു എനിക്ക് തലൂരിൽ നിന്ന് വല്ലൂർക്ക് വന്നപ്പോൾ. പക്ഷെ വല്ലൂർ അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. നല്ല പ്രകൃതി, ഇവിടെ പണിക്കാർ, ചേട്ടന്മാർ, രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് ഞാൻ മാറ്റപ്പെട്ടത്. പിന്നെ വീണോളം വിഷ്ണു ലോകം, അതന്നെ സംഭവം. ഇപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തായി കാണുന്ന ടേബിളൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉപയോഗിച്ചൊരു പരിവായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ റെക്സിനൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇവർ കുറേ പിള്ളേരൊക്കെ പത്തനംതിട്ടയിലൊക്കെ ഉള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചേച്ചി എന്തെങ്കിലും ചെയ്തു തരണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പിന്നാലെ പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭാരപ്പെട്ട പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുമ്പോൾ നമുക്ക് സ്റ്റൗ വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അവർ വൈകുന്നേരം കിടക്കുക കേട്ടോ. ഞാൻ പറയണ പോലെ തന്നെ ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ചേട്ടന്മാരും മനിയന്മാരും എല്ലാവരും ഈ ഒരു ലോകം, ഈ KMB എന്ന് പറയുന്നതാണ് അവരുടെ ലോകം. അതിനപ്പുറത്ത് അവർക്കൊരു ലോകേ ഇല്ല. തലൂര് വേറെ സ്ഥലങ്ങൾ കൂടി അറിയണ്ടാവില്ല. അവർ ഓർഡർ കൊണ്ടു കൊടുക്കാൻ പോകുന്ന കടകളല്ലാതെ അവർക്ക് വേറൊരു ലോകേ ഇല്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുഡൊക്കെ വീട്ടിൽ തന്നെ വെച്ച് കൊടുക്കുക, നമ്മൾക്ക് വീട്ടിലത്തെ ഫുഡൊന്നും അവർക്ക് മിസ് ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇവർ തമ്മിലൊരു ഭയങ്കര ബോണ്ടിങ് ഉണ്ട്. അത് നമുക്ക് അവരെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെയാണെടാ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇവിടെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ. ഇത് നമ്മൾ ഒരു കറങ്ങുന്ന മസാല ബോക്സ് ആണ് കേട്ടോ. കറങ്ങുന്ന മസാല ബോക്സ് അടിപൊളിയായിരുന്നു. 200 രൂപയോ 210 രൂപയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യം നമ്മൾ വാൾപേപ്പറിന് പകരം മേടിച്ചിട്ടുള്ളത് വോൾ സ്റ്റിക്കേഴ്സ് ആണ്. അതായത് ടൈൽ സ്റ്റിക്കേഴ്സ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുപോലത്തെ ഇതിന് എനിക്ക് തോന്നുന്നു 600-700 രൂപ ആയിട്ടുണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഇത്ര ലോങ് ആയിട്ടല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ മേക്ക് ഓവർ ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിപ്പോൾ നമ്മുടെ പുതിയ വീടായ കാരണം കൊണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാഗ്യം എടുത്തിട്ട് പുറത്തെറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ അൽത്തുകൊളുത്ത് പരിപാടികളൊക്കെ ചെയ്ത് വെക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മുടെ അമ്മയുടെ കിച്ചൺ മാറ്റാനായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ ടൈലിൻ്റെ ഈ വാൾ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ പിങ്കും മേടിച്ചായിരുന്നു, പിന്നെ വൈറ്റും മേടിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് വരുന്നുണ്ടായിരുന്നതാണ്. എനിക്ക് അളവ് ഈ 2x4
4:2 എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് എപ്പോഴും നമ്മൾ ഈ ടൈലുകളുടെ കണക്കൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ചേശ്ശെ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ 2 ബണ്ടിലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് എന്തായാലും ഇവിടെ മേക്ക് ഓവർ വരുത്തുകയാണല്ലോ, അപ്പോൾ പിന്നെ അമ്മയ്ക്ക് കുറച്ചും കൂടി ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കുളിർമ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ ഇന്ന് മേക്ക് ഓവർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റാൻഡും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വുഡിൻ്റെയോ പ്ലൈവുഡോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പക്ഷെ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ അരിപ്പൊടി അല്ല പൊടികളായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതൊക്കെയല്ലേ വെക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ താങ്ങി നിർത്താൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയോടെ ഞാൻ പിടിച്ചു നിന്നപ്പോഴേ രതീഷും ആരും വന്നിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ. അവർ ഇതുപോലെ തന്നെ ഇതുപോലെയുള്ള പരിപാടികൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ വേഗം തന്നെ അത് എനിക്ക് സെറ്റാക്കി തന്നു. ഇതിമ്മന്ന് വാൾ സ്റ്റിക്കർ ഒട്ടുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഒട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള അടുക്കളകളോ നിങ്ങളിപ്പോൾ എല്ലാ വീടുകളിലും സിമെൻറ്റ് ഇട്ടിട്ടുള്ള ചിലപ്പോൾ സിമെൻറ്റിൻ്റെ ഹോളോ ബ്രിക്സ് കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുമ്പോൾ നമ്മളൊരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഏതെങ്കിലും വീടിൻ്റെ ഏരിയകളിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് വൃത്തികേടായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ സിമെൻ്റ് ആണ് അവിടെ വേറെ ഒന്നും ചെയ്യാനായിട്ട് നമ്മളെ കയ്യിൽ സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നല്ലതാണ് കേട്ടോ. എന്തായാലും ഒരു 3-4-5 കൊല്ലം നിൽക്കും. അപ്പോൾ നമുക്ക് ഒരു വൃത്തി ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടും കാണാൻ തന്നെ. നമ്മുടെ ചുറ്റുപാടും വൃത്തി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവും കേട്ടോ. വൃത്തികേടായിട്ടുള്ള ഒരു അടുക്കളയിൽ പണിയെടുക്കുന്നതിനേക്കാളും ഭയങ്കര പോസിറ്റീവ് എനർജിയും ഭയങ്കര ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള അടുക്കളയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് എന്ന് തോന്നിയിട്ടുണ്ടല്ലോ. അതല്ല നമ്മൾ വൈകുന്നേരം കിടന്നുറങ്ങണേക്കാളും മുമ്പ് കിച്ചണൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് കിടന്നുറങ്ങണത് കാലത്ത് എണീക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കിച്ചണുകളിലൊക്കെ ഇത് ഒട്ടിക്കാനായിട്ട് അടിപൊളിയാണ്. നമുക്ക് വലിയ കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ വലിയ സമുച്ചയങ്ങളോ ഒന്നും വേണമെന്നില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറുക്ക് വഴികളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടോ, ഇതൊക്കെ കണ്ടെത്തി ചെയ്യാനുള്ള സമയം കണ്ടെത്തണം എന്ന് മാത്രം. മടി പിടിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. മടി എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട രോഗമാണ്. അപ്പം അതിനെ മാറ്റി ഇതുപോലെയൊക്കെ സുന്ദരാക്കാട്ടോ. ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ രതീഷ് ഇവിടുത്തെ ചേട്ടന്മാര് പിള്ളേരൊക്കെ കിടക്കണ റൂമാട്ടോ. നമുക്ക് റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കണം. റൂം ശരിയാക്കിയിട്ട് വേണം. റൂം ശരിയാക്കാമെന്ന് ഭാഗ്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സെറ്റ് അത് എ സി ആക്കൂല. അത് എ സി ആക്കാൻ എത്ര പാടും. അത്ര വലിയ പാടുള്ള കാര്യമില്ല. അതിന്റെ ഹോളോളൊക്കെ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മോൻ. അത് പറഞ്ഞിട്ട് കുറച്ച് നാളായി. അത് സമയായിട്ടില്ലേ. ആളിപ്പോ വാഴയിലത്തെ കുറച്ച് കാര്യങ്ങളിലാണ്. പക്ഷെ ഇത് നന്നായിണ്ട് കേട്ടാ. ഇത് ശരിക്കും ടൈലിട്ട പോലെ നിക്കണേ. നോക്കിയേ, ഒട്ടുന്നുണ്ട്. നമ്മള് പറയുമ്പോ സിമെന്റ് മാത്രല്ലേ ഉള്ളൂ. സിമെന്റിന്റെ ഇതുമല്ലാട്ടോ ഒട്ടിച്ചു 2 ഉണ്ടെങ്കിൽ അത് എത്രയായി. എന്നാ ആദ്യം നമ്മൾ വൈറ്റ് ഒട്ടിച്ചു. പിന്നെ നമ്മൾ താഴത്തേക്ക് പിങ്ക് ഒട്ടിക്കാന്ന് വിചാരിക്കുന്നത്. കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ ഒട്ടിക്കായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും സജഷൻസ് വരും കമന്റ് ബോക്സിൽ. ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയിൽ ഒട്ടിക്കാമായിരുന്നു ശ്രീജ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വൃത്തികേട് മാറി കിട്ടിയ നല്ല വൃത്തിയുള്ള രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഇനി ഇഷ്ടിക ഉണ്ടല്ലോ നമ്മുടെ അവിടുന്ന്. ഇപ്പൊ നമ്മള് ഇഷ്ടിക എന്ന് പറയാം, എല്ലാ നാട്ടിലും ഇഷ്ടിക എന്നല്ലേ പറയാ. ആ ഇഷ്ടികമ്മ നമ്മൾ പെയിന്റ് അടിച്ചൊരു ഫീലാണ് വരുന്നത്, അല്ലാതെ ടൈലിട്ടൊരു ഫീലൊന്നും അല്ല വരുന്നത് കേട്ടോ. നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. നമ്മളിപ്പോ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ നമുക്ക് റാപ്പ് ചെയ്തിട്ട് നമ്മുടെ ആമസോണിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ഒരു സാധനം വരില്ലേ, അതിനെ പറയാ, എനിക്കതിനെ പറയാൻ കിട്ടണില്ല. ഒരു ആ മെറ്റീരിയലിന് ഒരു പേര് പറയും. ആ മെറ്റീരിയലിന്റെ ബാക്കിൽ പശ ഒട്ടിച്ച് നോക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കത്രിക കൊണ്ടൊക്കെ വെട്ടിയെടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാക്കി വന്ന ഏരിയകളിലൊക്കെ ഏപ്പ് കൂട്ടിയതാ ഇതുപോലെ ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കണ അത്രേക്കാളും ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഈ സ്റ്റൈൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് ഒട്ടിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെക്കറേഷൻ വർക്കുകളും അലങ്കാരപ്പണികൾ എന്ന പേരിൽ കുറച്ച് അലങ്കോല പണികൾ ഞാൻ അമ്മയും ചെയ്തു. ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി
ചേച്ചിക്ക് ഇപ്പം നല്ല സീസണിൻ്റെ തിരക്കുള്ള ടൈമാണ്. അത് കാരണം കൊണ്ട് ചേച്ചീനെ കിട്ടിയില്ല. എന്നാലും ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് തൃപ്തിയാക്കിയിട്ടുണ്ട് ആളെ. ചേച്ചി ഇല്ലാത്തത് എന്താ ശ്രീ എന്താ ചേച്ചി വരാമെന്ന് ചോദിക്കും. ചേച്ചിക്കാണ് ഏറ്റവും അടുത്ത് തലൂര് കട. ഞാൻ പറയാറില്ല എപ്പോഴും. ചേച്ചിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞാനാണ് ഏറ്റവും ദൂരത്തിലുള്ള ഒരാൾ. ഇപ്പം ചേച്ചി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നേരമായപ്പോഴേക്കും ഭയങ്കര തിരക്കായി. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഏരിയയും കാര്യങ്ങളും ഒക്കെ കുറച്ച് ടൈലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ആ ചാനൽ. അതായത് നമ്മുടെ ചാനലായിരുന്നു അത്. പിന്നെ അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളും അതിൽ മോണിറ്റൈസേഷൻ പ്രോബ്ലംസും ഒക്കെ വന്നപ്പോൾ ഞാൻ വേറൊരു ചാനൽ തുടങ്ങി. പിന്നെ നമ്മൾ ബി ഹാപ്പി എന്നുള്ള ചാനലായിട്ട് മുന്നോട്ട് പോവുക ചെയ്തത്. പക്ഷെ നമ്മുടെ ആദ്യത്തെ ചാനൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡിഷസ് ബൈ അമ്മ എന്ന് പറയുന്ന ആ ചാനലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ അത് ഓൾറെഡി പിന്നെ അതിൻ്റെ അപാകതകളൊക്കെ കഴിഞ്ഞ് അത് നേർരേഖയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അതിൽ വീഡിയോസൊക്കെ ഇട്ടോ, അമ്മയുടെ റെസിപ്പികളൊക്കെ ഇട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മ ആ ചാനൽ കിട്ടിയോടുകൂടി മൊത്തത്തിലൊരു ചേഞ്ച് ആയിട്ടോ. അമ്മയ്ക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ ഇത്രയും എനർജിയിൽ അമ്മേനെ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് തോന്നുന്നത് ആ ചാനലാന്ന് തോന്നുന്നു. മാത്രമല്ല സാമ്പത്തികമായിട്ട് അമ്മയുടെ ഈ പ്രായത്തിലും കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അത് ഒരു മകൾ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യമൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു അമ്മേനെ. പിന്നെ പിന്നെ അമ്മ ഫോൺ വെച്ച് പഠിച്ചു. ഒരു ഫോൺ പോലും ഉപയോഗിക്കാൻ അറിയാത്തൊരമ്മ ഇത്രയും ഇമ്പ്രൂവ് ആയത് എനിക്കത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇതൊരു 5-6 കൊല്ലം മുമ്പുള്ള കഥകളാണ് പറയുന്നത്. നമ്മൾ തന്നെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 7-8 കൊല്ലം ആവാറായി. ഇതൊക്കെ മീഷോ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ആവാന വഴി ഓൺലൈൻ മേടിച്ചാട്ടോ. അത് കുറെ നാൾ മുമ്പ് 3-4 മാസം മുന്നേ മേടിച്ചിട്ട് ഉള്ളിലിരിക്കുന്നത്. ഞാൻ കുറെ നാളായി പറയുന്നേ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര വൃത്തികേടല്ലേ. അപ്പൊ എനിക്ക് എൻ്റെ കിച്ചണായ കാരണം പിന്നെ ഇവിടുത്തെ കടയിലത്തെ സാഹചര്യങ്ങൾ അറിയുന്ന ആൾക്കാരും ആയ കാരണം ആരും അതിനെ പറ്റിയൊന്നും വൃത്തികേടിനെ പറ്റിയൊന്നും പറയാറില്ല. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ പലരും ഇവിടെ വന്ന് നോക്കാറൊക്കെ ഇണ്ടിട്ടാ, അമ്മ കുക്ക് ചെയ്യണ സ്ഥലം കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെന്താ വന്ന് കണ്ടോളൂ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്നൊക്കെ പറയും ഞാൻ. പക്ഷേ ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ്, വെജിറ്റബിൾ മാർക്കറ്റാ, ഹോൾസെയിൽ മാർക്കറ്റാ. ഇത്ര വരെ നമുക്ക് ഇത് ബോണസാ. അതന്നെ. ഇതിപ്പോ കൊറേ കാലം മുന്നേ മോള് ഇങ്ങനെ ഇതേപോലെ തന്നെ അമ്മ ഞാൻ തുടങ്ങിയ കാലത്തില്ല മോന്റെ ചാനല് ഞാനിവിടുന്ന് പോയപ്പോ, അതായത് ഒരു 5 കൊല്ലം മുന്നാണ് ഇവിടെ ഒട്ടിച്ച് ശരിയാക്കി വിട്ടത്. അപ്പൊ അത് 5 കൊല്ലം നിന്നു. പിന്നെ ഇപ്പൊ വീണ്ടും ഇതൊക്കെ ഞാൻ നമ്മുടെ ഈ സ്റ്റാൻഡൊക്കെ മീഷോന്ന് മേടിച്ചതാ. ഇതിന് വലിയ വില ഒന്നും ഇല്ല കേട്ടാ സ്റ്റാൻഡിന്. എന്നാലും 10 എത്ര ഞാൻ ടാഗ് ചെയ്യാം പ്രൊഡക്റ്റുകള്. പിന്നെ ഇത് 3 സൈസിലുള്ളത് ഇത്ര മതി. ഇവിടെ അമ്മയ്ക്ക് ഇത്ര മതി. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് പലചരക്ക് കട അവിടെയല്ലേ, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക. ഇതിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ചട്ടിയിലേക്ക് കൂട്ടുക എന്നുള്ളതുള്ളവർ. പിന്നെ ബൾക്കായിട്ടല്ലേ നമ്മൾ 1-2 ആൾക്ക് വയ്ക്കുന്ന പോലെയല്ലേ. ഇവിടെ മറ്റേ 6-7 ആൾക്കൊക്കെ ഫുഡ് കഴിക്കണ്ടേ ഒരു നേരം 3 നേരം വെക്കണം നമുക്ക്. അങ്ങനെ അപ്പൊ കുറെ ഫുഡ് ഉണ്ടാവും. ഞാൻ വേറെ സാധനം അന്നേരം പുതിയ മസാല ബോക്സ്. അപ്പൊ അത് വീട്ടിലേക്ക് വേണമെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടേക്ക് വേണ്ടെന്ന് അത്ര. പക്ഷെ ഇതിന് വലിയ വിലയൊന്നുമില്ല. പിന്നെ ഒരു കാര്യട്ടാ, ഇതിലൊന്നും ഇവിടെ ഒന്നും ആവില്ല. ഇതിങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇതിൽ തന്നെ കൊട്ട. എനിക്ക് അതിലെടുക്കാൻ കുഴപ്പമില്ല. എനിക്ക് വലിപ്പം പ്രതീക്ഷിച്ചായിരുന്നു അമ്മ. അത് മതി, കുഴപ്പമില്ല, മതി അമ്മയ്ക്ക്. പക്ഷെ ഇത് എനിക്ക് ഇവിടെ നിന്ന് തന്നെ ആവുമ്പോ ഈ ടിന്നുകള് ഇവിടെ നിന്ന് തന്നെ എടുത്ത് ഞാൻ ഇവിടെയാണ് ഇനി ഇത് വെക്കാൻ പോണത്. നമ്മുടെ കോളേട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ട്രോൺസ് കടയാണ്. കോളേട്ടൻ വേറെ ഏതോ വർക്ക് കിട്ടിയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇവിടെ മൈക്ക് വയ്ക്കാണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് കേൾക്കൂല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പോയിട്ട് ഇതും ഇടാനുള്ള ബാക്കി ഷീറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ നമ്മുടെ കട അവിടെ നമ്മുടെ പലചരക്ക് കട തുടങ്ങിയപ്പോൾ അവിടെ കിടക്കുണ്ടായിരുന്ന ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ടൊന്ന് ഇവിടെ ഇടാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിലത്തെ ചേട്ടന്മാരുടെ കാലത്തും വൈകുന്നേരം ഇവിടെ വന്ന് പെട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വീട്ടിലെത്തണം. പിന്നെ അവർക്ക് വേറൊരു ലോകം ചേഞ്ച് ചെയ്യുന്നത് 4 മണിയാകുമ്പോ കലിങ്കുമ്പോ പോയിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. അവർക്കൊന്നും ഇവിടെ പണി പറ്റില്ല. അവർക്കൊന്നും ഇവിടെ പണി പറ്റില്ലെന്നല്ല, അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ എന്റെ ചേട്ടന്മാരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് എണീക്കും. 5 മണി വലിയ ബില്ലുണ്ടെങ്കിൽ അതിനേക്കാളും മുന്നേ എണീക്കും. നമ്മള് അവരെ റൂൾ ചെയ്യണമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ പണി ഉണ്ടാവും, നല്ല പണി ഉണ്ടാവും. ഇവിടെ നമ്മള് പണിക്ക് വരുമ്പോ തന്നെ എല്ലാവരോടും പറയും നല്ല പണി ഉണ്ടാവും.
പക്ഷെ ഞങ്ങളുടെ ചേട്ടന്മാരെ ഹാപ്പി ആയിട്ടാണ് പോണത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഒന്ന് 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 മൂത്രം ഒഴിക്കണമെങ്കിൽ എങ്ങോട്ടും പോകില്ല, എല്ലാത്തിൻ്റെ ഉള്ളിലാണ്. ഇതൊരു തിരുക്കുഴി ലോകമാണ് ഞങ്ങളുടെ. ഇതിന്റെ ഉള്ളിൽ വന്നാൽ പിന്നെ പെട്ടു അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയത് ചോദിച്ചേ, ഇങ്ങോട്ട് നോക്കിയേ ഇതിനെ കേക്കട്ടെ. അല്ല എല്ലാ ചേട്ടന്മാരും എങ്ങനെയാ ഇവിടെ ഇപ്പൊ രതീഷൊക്കെ 10 കൊല്ലം 10 കൊല്ലം 11 കൊല്ലായി. 11 കൊല്ലം കഴിഞ്ഞു രതീഷൊക്കെ ഇവിടെ വന്നിട്ട്. ഇപ്പൊ വാസനേച്ചി ആണെങ്കിലും അമ്മയാണെങ്കിലും സുജിയും പിന്നെ അരുണും അന്തൊക്കെയാണ് കുറച്ച് നാളെ. പക്ഷെ അതിനേക്കാളും മുന്നേ 5-6 വർഷം ജോലി ചെയ്ത് പോയ ചേട്ടന്മാരുണ്ടായിരുന്നു. അവരെ ഹാപ്പി, അവരൊക്കെ ജോലി കിട്ടിപ്പോയോരാ. സുജിത്തായാലും ജോലി കിട്ടിപ്പോയവരാ, നീനു ചേട്ടനായാലും ഒക്കെ വേറെ. എന്നാലും അവര് വിളിക്കും എപ്പോഴും. അവരൊരു റിലേഷൻ ഉള്ളതാണ്. അവർക്ക് അങ്ങനെ സങ്കടങ്ങളൊന്നുമില്ല അതിന്റെ പേരില്. പിന്നെ സങ്കടപ്പെടാൻ മാത്രമുള്ള ദുഃഖങ്ങളില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ഹാപ്പിയാണല്ലോ, ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, ഇപ്പം നേരത്തിന് അമ്മയുടെ ഫുഡ് കിട്ടുന്നുണ്ട്. അവർ ഹാപ്പി ആവുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മളങ്ങനെ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഫുഡൊക്കെ നമ്മുടെ കടയിൽ തന്നെ വെച്ച് കൊടുക്കുന്നതും. അതുപോലെ തന്നെ അവരെ മക്കളെ പോലെ അമ്മ ഇങ്ങനെ മക്കളെ എന്ന് വിളിക്കുന്നത്. അമ്മയുടെ ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മ അവരെങ്ങനെയാണ് നോക്കണേന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഓഫീസ് റൂമിൽ, പഴയ ഓഫീസ് റൂമിൽ കിടക്കുന്നുണ്ടായിരുന്ന ഒരു ടേബിൾ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് വെള്ളമായ ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നീങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് മാറ്റി വേറൊരു എണ്ണം ഇട്ടു എന്നാണ് പറഞ്ഞത് കേട്ടത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്കൊരു കുഞ്ഞൊരു ഓഫീസും കൂടി ഉണ്ട് കേട്ടോ. അതും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതെന്ന് പറയുന്നത് വലിയൊരു ഒരു ലോകമാണ് KMB എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭൂഖണ്ഡം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ അത് ഇവിടെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇനി കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ റെക്സിൻ മേടിച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെള്ളം ആവില്ലല്ലോ. പിന്നെ അതുമ്മ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ തുടച്ചെടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പോളേട്ടൻ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഡ്രില്ല് ചെയ്തിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. പോളേട്ടൻ്റെ ഒക്കെ കട തൊട്ടടുത്താണ് കേട്ടോ. പോളേട്ടനൊക്കെ ആയിട്ട് 11 കൊല്ലമായിട്ടാണ്. ഇവിടം വരെ ചെയ്ത് കൊടുത്തപ്പോൾ ആൾക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയും കൂടി ഒട്ടിക്കാനായിട്ട് ഒരാഗ്രഹം. എന്നാൽ പിന്നെ ബാക്കി കുറച്ച് നമ്മുടെ ആ ഒരു സംഭവം ഉണ്ട്, സ്പഞ്ച് പോലത്തെ സാധനം ഉണ്ടല്ലോ ഒട്ടിക്കുന്ന ടൈല്, അത് ബാക്കി ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇവിടെയും കൂടി അങ്ങോട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ഒട്ടിക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയാവും. കുറേ നാളായി ഞാനേ എൻ്റെ ഈ അമ്മ എവിടെ കുക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് വരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് അവിടെ കുക്ക് ചെയ്യുന്ന സ്ഥലം തീരെ വൃത്തികേടായി. കുറേ കൊല്ലമായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ കുറേ ദിവസമായി എൻ്റെ മോളൂനോട് പറയുന്നു ഒന്ന് ശരിയാക്കണം എന്ന്. പിന്നെ പച്ചക്കറി കട ഹോൾസെയിലാണിതേ. അപ്പോൾ റീറ്റെയിലൊക്കെ നമ്മൾ നല്ല ഇതിലാണ് വെച്ചിരിക്കുന്നത്. ഹോൾസെയിലിൽ നമ്മൾ ആകെ വലിച്ചു വാരി ഇടില്ല. ഇതിപ്പോൾ അടിച്ച് കോരി വൃത്തിയാക്കി കണ്ട അവിടെ വൃത്തിയായി. പിന്നെ ഈ ചുമര് അവിടെ വൃത്തിയായി. ഇനി ഇവിടെ വൃത്തിയാക്കും ചേച്ചിമാർ, ഇവിടെയൊക്കെ വൃത്തിയാക്കും. ഇവരെ ഇടയിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാട്ടാ. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും. അത് ഞങ്ങൾ ഇതുമായി ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. ഇതൊന്നും ഉണ്ടാവില്ല, അതൊന്നും തോന്നില്ല. ശീലിച്ച കാരനാണ്. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ആദ്യമായിട്ട് വരുന്നിട്ടുള്ള കുട്ടികളൊക്കെ വരുമ്പോഴേ അവർക്കൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഇത്തിരി 2 ദിവസമൊക്കെ ഒരു വിഷമാ. അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് ശരിയാവും. അതുമായി യോജിക്കും. ജോലി ചെയ്യാൻ നിൽക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങോട്ട് യോജിച്ച് പോവും. അല്ലാത്തവരാണെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞവർ പോവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് റെക്സിൻ മേടിക്കാൻ വേണ്ടി പോവാം. റെക്സിൻ മേടിക്കാൻ പോയപ്പോഴാണ് കേട്ടോ ഞാൻ നമ്മുടെ ലാപ്ടോപ്പിന് ഈ ഒരു സ്ക്രീൻ ഗാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സ്ക്രീൻ ഗാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഏണസ്റ്റേട്ടൻ്റെ കടയൊക്കെയാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പാണ് ഏണസ്റ്റേട്ടൻ്റെ കട. അവിടെ ചെന്നപ്പോൾ ഏണസ്റ്റേട്ടനെ ഞാൻ കണ്ടില്ല, പക്ഷേ ചേട്ടന്മാർ എനിക്ക് ഒട്ടിച്ച് തന്നു. ഇവിടെ വരുമ്പോഴാണ്, ഞാൻ തലൂര് വരുമ്പോഴാണ് കേട്ടോ എൻ്റെ ആവശ്യങ്ങൾ, ത്രെഡ് ചെയ്യൽ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. നമുക്ക് വല്ലൂർ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ച് നമ്മൾ പിന്നെ പോയത് പെരിഞ്ചേരിയിലേക്കാണ്. പെരിഞ്ചേരി ഇതുപോലെ തന്നെ ഞാൻ വിലസി നടന്ന വേറൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് തോന്നി ഇവരെയൊക്കെ കണ്ടപ്പോൾ. അത് കാരണം കൊണ്ടാണ് ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ നമ്മൾ വന്നത് ഈ കാണുന്ന റെക്സിൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് റെക്സിൻ കട്ട് ചെയ്ത് നമ്മുടെ ഇരുമ്പിൻ്റെ ടേബിൾ ഉണ്ട് ഒരെണ്ണം അവിടെ ഇടാം. പിന്നെ ഈ വുഡിൻ്റെ ടേബിൾ ഉണ്ടല്ലോ അതിലിടാം. അപ്പോഴേക്കും ഭാഗ്യം വന്നു, ശ്രീകുട്ടൻ വന്നു, രണ്ടാളും. ശ്രീകുട്ടനെ ഇവിടെ നിന്ന് കൊണ്ടുവരാനാണ് എളുപ്പം. നമുക്ക് നടത്തറയാണ് ശ്രീകുട്ടൻ പഠിക്കണത്. അപ്പോൾ നടത്തറയിൽ നിന്ന് തലൂർക്ക് വരാനാണ് എളുപ്പം. നമ്മുടെ അവിടേക്ക് സ്കൂൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കൊണ്ടുവരാനായിട്ടുള്ള എളുപ്പം നമുക്ക് ഇവിടേക്കാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആളിങ്ങനെ കുറച്ച് നേരം ബേക്കറിയിലൊക്കെ, ആൾക്കും ഇതുപോലെ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് അവൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലമല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടാക്കാറുണ്ട് അവനെ. മുകളിലേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ പലചരക്കിലേക്ക് ഒന്ന് കയറിയിട്ട് നമുക്ക് നമ്മുടെ ഇതിലിട്ട് വയ്ക്കാനുള്ള സാധനങ്ങളില്ലേ അതൊക്കെ ഒന്ന് കഴുകി തുടച്ചൊക്കെ, അല്ല കഴുകൊന്നും വേണം, നന്നായി തുടച്ചാൽ മതി. കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായതാ. അപ്പോൾ അതൊന്ന് തുടച്ചിട്ട് അതിലേക്ക് ആക്കി വെക്കുക സാധനങ്ങൾ. അങ്ങനെ നമ്മൾ നമ്മുടെ കടയിലേക്ക് കയറാൻ പോവാണ്. ഇങ്ങോട്ട് വാ. അപ്പോൾ കട എവിടെയാന്ന് പലവട്ടം നമ്മൾ പല വ്ളോഗുകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലവരിപ്പോഴും ചോദിക്കാറുണ്ട്, പുതുതായി വരുന്നവരൊക്കെ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ദീപ്തി സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് KMB എന്ന വെജിറ്റബിൾസ് കടയാണ് നമ്മുടെ കട. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നേരെ ഹൈവേ ആണ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പിന്നെ ബേക്കറി ആൻഡ് കൂൾ ബാർ, പിന്നെ ബാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഹോൾസെയിൽ കട ഒക്കെ ഉണ്ട്. ഇവിടെ റീറ്റെയിലാണ് അധികം നമ്മൾ ഫ്രണ്ടിൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് താഴത്തെ കടയിൽ നമ്മുടെ അമ്മേരെ കിച്ചൺ സെക്ഷനിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല വെയിലാണ്, അത് കാരണം ചേട്ടന്മാർ നമ്മുടെ പച്ച ഷീറ്റ് കൊണ്ട് മറിച്ചിട്ടിരിക്കുക. ഇത് നാടൻ മധുരക്കിഴങ്ങാണ് കേട്ടോ, നാടനാണിത്. അതാണ് വെളുത്തിരിക്കുന്നത്. അതാണ് വെളുത്തിരിക്കുന്നത്. വെളുത്തത് അവിടെ പുറത്തുനിന്ന് വരാറുണ്ട്, പക്ഷെ ഇത് നാടനാ. ഇതാണ്, ഇത് കൊണ്ടാണ് ഇത്ര ചെറുതായിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടത്, നല്ല ടേസ്റ്റ്. തിന്നാനായിട്ടേ നല്ല രസമാണ്. തിന്നണ പോലെ അല്ലേ മാ. പിന്നെ നാടൻ ഐറ്റംസ് ആണ് കൂടുതൽ നമ്മുടെ കടയിലുള്ളത് കേട്ടോ. ഇവിടെ എല്ലാവരും നാടൻ പച്ചക്കറികളാണ്. നാടൻ പച്ചക്കറികൾ കഴിയുന്നതും നമ്മൾ കുറേ കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് നമ്മൾ വെക്കാറുണ്ട്. ഇത് നല്ല ചേമ്പ് കണ്ടാ, ചെറു ചേമ്പ്, ചെറു ചേമ്പാണിത്. നല്ല ടേസ്റ്റ് ആയിട്ടാ മോരിലിട്ട് വെച്ചിട്ടുണ്ട്. മോര് കൂട്ടാന് ഭയങ്കര ടേസ്റ്റ് ഉള്ളത്. ഉപ്പേരി വെച്ചാലോ അതെ. പിന്നെ ചാളയിട്ട് വെക്കാം. തീ കണ്ടാ മതി, അപ്പൊ തന്നെ വെന്തിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടാ കൊള്ളി. കൊള്ളി ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കൊള്ളി. പിന്നെ ഇതേ കണ്ട അതിമനോഹരമായിട്ട് എൻ്റെ മക്കളിത് അടക്കി നല്ല വൃത്തിയോടുകൂടി തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം. കാലത്തൊട്ട് ഉച്ച വരെ ഞങ്ങൾക്ക് ഏതാനും ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരലും കുട്ടികൾ അടക്കലുമാണ്, ഇങ്ങനെ ഭംഗിയാക്കലാണ് പണി. അതൊരു ഉച്ച വരെ പൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ഇപ്പതേ കണ്ട ഭയങ്കര വെയിലാ. അവിടെ നിന്ന് ഒരു 4 മണി വരെ വെയിലാ. അപ്പം അത് നമ്മൾ കർട്ടനിട്ട് ഈ കർട്ടനുമ്മ അവരിങ്ങനെ വെള്ളം ഒഴിക്കും. അപ്പം ഈ കർട്ടനുമ്മ നല്ല തണുവായിരിക്കും. അപ്പം നമ്മുടെ പച്ചക്കറിക്ക് ഒരു ചെറിയൊരു ആശ്വാസം, അത്ര തന്നെ. അങ്ങനെ ആക്കും. ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും അവർ, കുറച്ച് വെള്ളേ. അപ്പം അതാണ്, ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സും കുറച്ചിങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. നാടൻ പച്ചമുളക്, കൂണ്. അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി. ആ കാണുന്നതാണ് ദീപ്തി സ്കൂൾ കേട്ടോ. അന്ന് സ്കൂളിന്റെ 100ാം വാർഷികം എത്ര. അതാണ് അവിടെ മാലയിടലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, നമ്മുടെ മാല ബൾബും പരിപാടികളൊക്കെ. അമ്മ അവിടെ എന്തൊക്കെയാ തരയുണ്ട്. നല്ലത് സുഹിത്തേ, ഒന്നിങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അമ്മയ്ക്ക് ഇത് ഒന്നും അറിയില്ല. നമുക്കിവിടെ ബേക്കറി, പലചരക്ക് അങ്ങനെയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ബേക്കറി സെക്ഷൻ 2 പാക്കറ്റ്. നമ്മുടെ ലക്ഷ്മിക്കുട്ടി ഉണ്ടാവും. ബേക്കറി ശ്രീകുട്ടനെ കൊണ്ടുവരാൻ വേണ്ടി ഭാഗ്യമില്ല. ശ്രീകുട്ടൻ ഓടി കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ആ ഒരു ആകാംക്ഷയോട് കൂടി ബേക്കറിയിലേക്ക് വരുന്നുണ്ടാവും ശ്രീകുട്ടൻ. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതെന്തിട്ടത് മല്ലിപ്പൊടി അല്ലേ? ദേവി അമ്മയുടെ അലർച്ച കാരണം കൊണ്ട് ഒന്നും കേൾക്കാനില്ലാന്ന്. അപ്പൊ അമ്മ അവിടെ നമ്മുടെ താഴത്തെ ഡബ്ബികളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ പലചരക്കിന് ചെറിയൊരു സെക്ഷൻ നമുക്കുണ്ട് നമ്മുടെ ഷോപ്പിനോട് ചേർന്നിട്ടേ. അപ്പൊ അവിടെ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന തിരക്കിൽ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്, ഉണക്കിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് തുടച്ച് പഞ്ചസാരയും എല്ലാ സാധനങ്ങളും അതിലാക്കാം. കുറച്ച് സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ടുള്ളൂ, എന്തൊക്കെ വേണ്ടതെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ലേ. അപ്പോൾ 3-4 എണ്ണ 5 എടുത്തു കൊണ്ടുവന്നതൊക്കെ ഇട്ടിട്ട്
ബാക്കിയുള്ളതിൽ നമുക്ക് പോരാത്തത് എടുക്കാൻ പോയിട്ട് ഏറ്റവും വലിയത്, പിന്നെ അതിൻ്റെ താഴെയുള്ളത്, പിന്നെ അതിൻ്റെ കുഞ്ഞിത്, അങ്ങനെ 3 സൈസിലാണ് വരുന്നത്. നല്ലതാട്ടാ, തുറക്കാനൊക്കെ നല്ലതാ. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാനും ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് നടക്കണ്ട നമുക്ക്. അപ്പോൾ ആളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇടുന്നുണ്ട്. ശ്രീകുട്ടനെ സഹായിക്കാനായിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടൻ ഇവിടെ വന്നാൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ TV, ഇതുപോലെ തന്നെ മൊബൈൽ അതൊന്നും അസസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് ആള്. ചേട്ടന്മാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുക, അവരെ കൂടെ വിശേഷങ്ങൾ പറയുക. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരമൊക്കെ ഉണ്ടെങ്കിൽ ആൾ പതുക്കെ ഒന്ന് സവോളയൊക്കെ തൊണ്ട് വിളിക്കാനോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നൊക്കെ നോക്കി കാണാനൊക്കെ നിൽക്കും. നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്യും. ചെയ്യട്ടെ, എല്ലാ പണികളും അറിഞ്ഞിരിക്കണമല്ലോ, ഒരു പണി മാത്രമല്ലല്ലോ അറിയണ്ടേന്ന് വിചാരിച്ചിട്ട് എല്ലാ പണികളും ചെയ്യും. അപ്പോൾ അവൻ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ വലുതാവുമ്പോൾ അച്ഛൻ്റെ പോലെ വലിയ ബിസിനസ്സുകാരനാവണം, അമ്മയുടെ പോലെ ചാനൽ നോക്കണം എന്നൊക്കെ പറയാം. അല്ലാതെ ആൾക്ക് അങ്ങനെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നുള്ള ആഗ്രഹങ്ങൾ പറയണത് ഞാൻ കേട്ടിട്ടേ ഇല്ല. നമ്മളതിന് വേണ്ടി നിർബന്ധിക്കാറില്ല. ചിലപ്പോൾ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിവസം ദിവസം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് പോലെ അവൻ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ അങ്ങനെ വിട്ടുകൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പിങ്ക് കളറിലുള്ളത്, ബാക്കിയൊക്കെ വൈറ്റ് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വലിച്ച് പറിച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ ചെറിയൊരു ചുമരിനെ ഈ കാണുന്ന രീതിയിൽ ഇഷ്ടികമ്മ പെയിന്റ് അടിച്ച രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, വൃത്തി ഉണ്ടാവും. ആ വൃത്തികേട് അങ്ങോട്ട് പോയി കിട്ടിയെന്ന് തോന്നിയത് കണ്ടപ്പോൾ. പിന്നെ അമ്മയ്ക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ചില ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ മാത്രമല്ലേ വേണ്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്ക് ഓവർ നടന്നിട്ടുണ്ട്, ഒരു ക്ലീനപ്പും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിച്ചോളോ. നല്ല പരിപാടിയല്ലേ എന്നുള്ള കാര്യം. നമുക്ക് വലിയ ഒരു 1000 രൂപയൊക്കെ ചിലവുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റാൻഡൊക്കെ കുറച്ച് പൈസയാവും, എന്നാലും വേണമെങ്കിൽ ഒരു 1500 പിടിച്ചോ, എന്നാലും ഇത് സെറ്റാവും. അങ്ങനെ നമ്മുടെ കിച്ചൺ ദേ അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട്. ഹാപ്പി ആയി അമ്മേ? ഹാപ്പിയായി. ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ വെച്ചു കേട്ടാ. കാരണം എന്താ വെച്ചാലേ എനിക്ക് ഇതൊക്കെ ഇവിടെ തന്നെ എനിക്ക് എടുത്തെടുത്ത് പെരുമാറാനായിട്ട് വേണം പെട്ടെന്ന് പെട്ടെന്ന്. അപ്പോൾ എൻ്റെ അക്കോറിയാണ്, എൻ്റെ 2 മീൻ കുഞ്ഞുങ്ങളുണ്ടേ, ഇങ്ങനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ബൗള് മേടിച്ച് അതിലാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. വീട്ടിലുണ്ട് ഒരു ബൗള്. അത് കൊടുത്തയച്ചോളൂ കേട്ടോ. അപ്പം ഞാനത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അമ്മയ്ക്ക് അടിപൊളി വീഡിയോസ് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രൂപത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളാണ് ഇനി പറയേണ്ടത്. അങ്ങനെ ഫൈനലായിട്ട് എല്ലാം കഴിഞ്ഞു കേട്ടാ. എല്ലാം അടക്കി പിറക്കി ഒതുക്കിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് മൂളൂട്ടി. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി ഓരോത് ഇപ്പോൾ പഴയതും പുതിയതൊക്കെ ആയിട്ട് കയറും. ഇപ്പോൾ ഒരുവിധം നല്ല സെറ്റപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് ഞാനതങ്ങനെ തന്നെ വെക്കാൻ ശ്രമിക്കാട്ടോ. ഉണ്ണിയെ നമ്മൾക്ക് പാല് കാച്ചണ്ടേ? പാൽ ചായയുടെ നേരമായി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളൊരു ചായ വെക്കാൻ പോവാണ്. ഇനി കുറച്ച് സെൽഫ് പ്രൊമോഷൻ ആവാല്ലേ. ഇതാണ് നമ്മുടെ KMB എന്ന് പറയുന്നത്, തലൂർ നമ്മുടെ ദീപ്തി സ്കൂളിൻ്റെ നേരെ മുമ്പിൽ താഴത്തോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെയുള്ള ഒരു അടിപൊളി ഷോപ്പ്. എൻ്റെ കടയെ കാരണം കൊണ്ട് ഞാൻ പറയല്ല, അടിപൊളിയായിട്ടാണ് കിടക്കുക. നല്ല വൃത്തിയിൽ ചേച്ചിമാരിടും. അത് നമ്മുടെ കഴിവല്ല, ചേച്ചിമാരുടെ കഴിവാണ്. ചേച്ചിമാർ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടിട്ടാണ് വീട്ടിൽ പോകാറുള്ളത്. അതുകൊണ്ട് സെറ്റപ്പാണ് കേട്ടോ. പാൽക്കാച്ചൽ കഴിഞ്ഞ് പാലിൽ നമ്മൾ പായസമാണ് വെച്ചെടുക്കുക, പക്ഷെ അത് പാൽ ചായയായി മാറി. അപ്പം ഇന്നത്തെ കിച്ചണിൻ്റെ ഭംഗിയും മറ്റു കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമായി എഴുതി അറിയിച്ചോളാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെന്നിട്ട് ഞാൻ നേരെ മോളുടെ അടുത്തേക്കാണ് പോണത്, സുജമോളുടെ അടുത്തേക്ക്. മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ അവിടെയാണ് അധികം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഞാൻ പറയാറില്ലേ എളുപ്പം പോവാം. ഇന്ന് എൻ്റെ അപ്സുല്ല, അല്ലെങ്കിൽ അപ്സുവാണ് എൻ്റെ സാരഥി കൊണ്ടാക്കിടുന്നത്. അപ്പം ഇന്ന് ഞാൻ ബസ്സിന് പോയിട്ട് അങ്ങനെ എസ്റ്റേറ്റിൻ്റെ അവിടെ ഇറങ്ങും, എന്നിട്ട് നടക്കും. കുറച്ച് അങ്ങോട്ട് നടന്നാൽ അവണിശ്ശേരി എത്തും. നല്ല കിച്ചണായിണ്ട്. ഇത് ഞാൻ വന്നപ്പന്നെ ഇത്ര ഭംഗിയായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ നന്നാക്കിയത്. ആദ്യം ചേച്ചി വരുമ്പോ വലിയ വൃത്തികേട് ഉണ്ടായില്ല, പിന്നെ എല്ലാം വൃത്തികേടായത്. ചേച്ചി വന്നിട്ട് എത്ര കൊല്ലായി? 1 കൊല്ലായാ? 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞു. അടിപൊളിയായിണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടാ. ടൈലിട്ട പോലെ ഇഷ്ടിമ പെയിന്റ് അടിച്ച പോലെ. ശ്രീകുട്ടൻ കണ്ടപ്പോ എന്നെ പെയിന്റ് അടിച്ചു എന്ന് പറഞ്ഞ കിച്ചൺ കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു അമ്മ ഒരു 5-6 മാസമായി തോന്നുന്നു എന്നോട് പറയണത് ഇതൊന്ന് ശരിയാക്കി തായ മോളെ, ഇതൊന്ന് ശരിയാക്കി തായ മോളെന്ന്. കുറേ ദിവസങ്ങളായിട്ട് ഇതൊക്കെ മേടിച്ചൊക്കെ വെച്ചിട്ട് ഞാനങ്ങനെ സാമട്ടിയിലിട്ടതല്ല. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ രാമേശ്വരത്തേക്ക് പോലുണ്ടായി, മരണമൊക്കെ വന്നപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് നീണ്ടുപോയി. ചേച്ചിയുടെ വീട് കയറി പറക്കലൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടുപോയി. പിന്നെ തീരെയും പറ്റാണ്ടായി അമ്മയ്ക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി ഇതിപ്പോൾ എല്ലാവരും പറയണത് ടൈല് വെച്ച പോലെയൊന്നും ഇല്ല, നമ്മൾ ഇഷ്ടികമ്മ പെയിന്റ് അടിച്ച പോലെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടാ.
അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വയ്യണ്ടായി അമ്മ. ഹാപ്പി അല്ലേ? ഹാപ്പി ആയ? സന്തോഷമായ? പറയ സന്തോഷമായ. എന്നോട് എൻ്റെ ദൈവമേ കമൻറ്റ്, അമ്മയുടെ കിച്ചണൊന്ന് വൃത്തിയാക്കി കൊടുക്ക് ശ്രീ, അമ്മയുടെ കിച്ചണൊന്ന് വൃത്തിയാക്കി കൊടുക്ക് ശ്രീ നടന്നു ചെയ്തിട്ടുണ്ട്. ഡൺ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഇനി നമുക്ക് പതുക്കെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഞാനിവിടെ വരുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒരാഴ്ചക്കുള്ളതൊക്കെ എടുക്കും. പിന്നെ അമ്മോട് വിളിച്ചു പറയും അമ്മ എന്നത് കൊടുത്തു വിടും, ഇന്നത് കൊടുത്തു വിടും. അപ്പം അമ്മ കൊടുത്തു വിടും. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ബാക്കിന് ഒരു കരിക്കൊക്കെ വെട്ടി തന്നത് കേട്ടോ. ഇളനീർ യൂണിഫോമിൽ കളയണ്ടെന്ന് അവനോട് പറയാൻ വന്ന, പക്ഷെ തങ്കടായിപ്പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഈ വീട്ടിലെത്തുമ്പോഴേ ഒരു വല്ലാത്ത ഭയങ്കര ക്ഷീണിച്ചിട്ടാവും നമ്മൾ വരുന്നുണ്ടാവുക, അതായത് ചാറായിട്ടാവും വരുന്നുണ്ടാവുക. പക്ഷെ വീട്ടിൽ കയറുമ്പോൾ വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യുന്നവരുണ്ട് എൻ്റെ പോലെ. എനിക്ക് അങ്ങനെ എവിടേക്കെങ്കിലും ചാറായിട്ട് പോയി വന്നാൽ എനിക്കത് വീട് കാണുമ്പോൾ ഞാൻ ഒന്ന് ഉഷാറാവും. നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എനിക്ക് ശ്രീകുട്ടൻ്റെ കൂടെ പഠിക്കാനുണ്ട്. ശ്രീകുട്ടൻ്റെ പരീക്ഷയാണേ, ഞങ്ങൾക്ക് റിവിഷനൊക്കെ ചെയ്യാനുണ്ടേ, അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് നാളെ ഡാൻസ് ക്ലാസ് ഉണ്ട്, അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. നാളെ സുദർശനൻ സാറിൻ്റെ ക്ലാസ്സാണ്. അപ്പം നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ. അല്ലെങ്കിൽ സാറ് ലജ്ജയില്ലേ കുട്ടികളെ നിങ്ങൾക്ക് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ രണ്ട് വിറയ്ക്കും. അപ്പോൾ പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ടടാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇളയമ്മ ചക്ക കൂട്ടാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ചക്ക കൂട്ടാൻ കൂട്ടിയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസം ഒരു പ്രൊഡക്റ്റീവായിട്ട് അങ്ങോട്ട് അവസാനിക്കും. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.